നമ്മുടെ വീഡിയോയിൽ ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കളറുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, എരിവ് അധികമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവേ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മസാലകൾ തേക്കുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ആ മസാല പെട്ടെന്ന് ചിക്കനിലേക്ക് പിടിക്കുകയില്ല. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും, മസാലകൾ എല്ലാം എണ്ണയിൽ പോകത്തുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചൂടെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിടരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മസാലയെല്ലാം എണ്ണയിലേക്ക് പോകും. ഒരു 3-4 മിനിറ്റിന് ശേഷം ചിക്കൻ തിരിച്ചിടുകയാണെങ്കിൽ നമ്മുടെ മസാല ചിക്കനിൽ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ ചിക്കൻ തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്.